സഹോദരങ്ങളെ, വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയാണ് മക്കളെ. നിങ്ങളോടൊക്കെ ഫിറ്റ്നസ് ഉപദേശിച്ച് ഞാനിന്ന് എൻ്റെ വെയിറ്റ് നോക്കിയപ്പം എത്ര കിലോ കുടിക്കുന്നതെന്ന് 83 കിലോ. ആലോചിച്ച് നോക്കണം. 106 കിലോന്ന് 73 എത്തി. ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് എക്സസൈസൊക്കെ ചെയ്ത് 73-ലെത്തിച്ച് ഇപ്പം ഞാൻ 83-ലേക്ക് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പൊരുതി വീണ്ടും മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുക. എവിടെയാണ് ഫോൾട്ടുകൾ വന്നത് എന്ന് നമ്മളൊരു ഷോർട്ട് അനാലിസിസ് നടത്താൻ വേണ്ടത്. ഞാനിപ്പോൾ ഒന്ന് അനാലിസിസ് നടത്തി നോക്കുമ്പം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണ്? ഭക്ഷണത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എനിക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. ഈ തടി കൂടിയ ഈ കാലഘട്ടത്തിലും ഭക്ഷണത്തിൽ എനിക്ക് വല്ലാതെ അപാകത പറ്റിയിട്ടില്ല. പക്ഷേ 2 വീഴ്ചകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ അനലൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്യാണ് വേണ്ടത്. 2 വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ, രാത്രി പൊതുവേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള രാത്രി അധികം ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ഞാൻ കുറച്ച് നാളായിട്ട് ആശുപത്രിയിൽ രാത്രി ചായ കുടിക്കാനും കടി കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കിയപ്പം അത് കഴിക്കുന്നൊരു ശീലമുണ്ട്. അത് നല്ല മധുരം ഇട്ടിട്ടുമാണ് കഴിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ബിസ്ക്കറ്റ് നമ്മൾ വിചാരിക്കും ചെറിയ സാധനമാണെന്ന്. പക്ഷേ ബിസ്ക്കറ്റിൽ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് രാത്രി കുറച്ച് വൈകി ഞാനത് കഴിക്കുമ്പം ആ കഴിക്കുന്നതെല്ലാം എന്നിൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായിരിക്കാം ഒരു വീഴ്ചയ്ക്ക് കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഇവനെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആടൊക്കെ എന്നെ കാണുന്നില്ല. ഇങ്ങനെയാണ് ചടന്നാൽ അത് ഞാൻ ഇതിലാക്കി ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി. കമ്പൽസറി ആയിട്ട് ഞാൻ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്താണ്? ആ ഒരു സിസ്റ്റം ഞാനിന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇതിൽ നമ്മൾ റിസർച്ച് നടത്തുകയാണ്. പിന്നെ എനിക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മധുരം ഉപേക്ഷിച്ചെങ്കിലും എന്നും പാല് കുടിക്കുന്നൊരു ശീലമുണ്ട്. ഒരുപക്ഷെ പാലിൽ നിന്ന് കുറച്ച് കലോറി എത്തുന്നില്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് ഫാറ്റ് എത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ തൽക്കാലം പാലിന് പകരം 2 ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിന് പകരം എന്ത് ചെയ്യാണ്? 1 ഗ്ലാസ് ആക്കിയിട്ട് ചുരുക്കിയിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളമാക്കി മാറ്റുകയാണ്. ഓക്കെ, അതാണ് ആക്ഷൻ നമ്പർ 2. പിന്നെ എനിക്ക് പറ്റിയൊരു വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബ് ക്രിയേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ മോർണിംഗ് റുട്ടീൻ താളം തെറ്റിയിട്ടുണ്ട്. അത് 3-4 ദിവസമായിട്ട് എനിക്ക് പറ്റിയ അപാകത തിരിച്ചറിഞ്ഞുകൊണ്ട് 3-4 ദിവസമായിട്ട് ഞാൻ ആദ്യം എക്സസൈസ് ചെയ്തിട്ട് വേറെ എന്ത് കാര്യവും ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവരൊക്കെ നമ്മളെ കൂടെ വളരെ സജീവമായിട്ടുണ്ട്. 2 കമൻ്റ് അടിക്കും. തടി കൂടിയതിനെ കുറിച്ച് ഇവരെ പോലെ ആയാൽ മതിയായിരുന്നു തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഈ 3 ആക്ഷനുകളാണ്. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്തിട്ട് മതി വേറെ എന്ത് സംഭവം. ഇത്തരം യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ സാധാരണത്തിൽ വ്യത്യസ്തമായിട്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ വെയിറ്റ് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഡയറി, ഒരു പേന, ഫിസിക്കലായിട്ടുള്ളത് തന്നെ ഞാൻ കൂടെ കരുതി വെക്കുന്നുണ്ട് എൻ്റെ ബാഗിൽ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം നോട്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ 83 ആയല്ലോ ഇനിയിപ്പോൾ എന്താവും പഠിച്ചോനെ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിച്ചു വരുന്ന മിസ്റ്റേക്കുകൾ കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. പണ്ട് 106 കിലോ ഉണ്ടായപ്പം എനിക്ക് ഓർമ്മ, എന്നെ പലരും പരിഹസിക്കുകയായിരുന്നു. 106 കൊടവയറൻ ഡോക്ടറെ എന്നൊക്കെ വിളിച്ച് ഒരുപാട് കളിയാക്കിയിരുന്നു. അങ്ങനത്തെ ആ പരിഹാസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഊർജം കണ്ടെത്തിയിട്ട് അവസാനം ശരിയായ രീതിയിൽ എഫേർട്സൊക്കെ എടുത്ത് ലാസ്റ്റ് എന്തായി, നമ്മളതിലൊക്കെ ഒരു വൻ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പിറകോട്ട് പോകരുത്. നമ്മൾ മരിക്കുന്ന ഒരു ദിവസം മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എൻഡ്. അതുവരെ നമ്മൾ വർക്കൗട്ടിൽ എവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ വീഡിയോസ് വഴി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിനുവേണ്ടി സജ്ജമാവുകയാണ്. തീർച്ചയായിട്ടും നാളെ രാവിലേക്കും മറ്റന്നാൾ രാവിലേക്കും ഏറെക്കുള്ളൊരു പോസ്റ്റാണ് എന്നെ എപ്പോഴും പറ്റിക്കുന്നത്. ഏറെക്ക് റെഗുലറായിട്ട് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാറുണ്ട്.
മറ്റ് മനുഷ്യന്മാർ കാണാത്തൊരു സമയമായിട്ടും ഞാൻ റുട്ടീനായിട്ട് അത് ഫോളോ ചെയ്യുന്നത്. ആ പോസ്റ്റ് പലപ്പോഴും രാവിലെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ രാവിലത്തെ ടൈം അങ്ങോട്ട് പോവുകയാണ്. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമല്ല. നേരത്തെ ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. ആ എഴുന്നേൽക്കുന്ന സമയം പലപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ടോയ്ലറ്റിലൊക്കെ ഇരുന്നാലും ഇങ്ങനെ യൂട്യൂബ് നോക്കി നിന്ന് പോകുന്നൊരു സാഹചര്യമുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ ന്യൂസ് മീഡിയകളിലൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിലും ഈ 1-2 ആഴ്ചകളായിട്ട് അല്ല 2-3 ആഴ്ചയായിട്ട് അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പോസ്റ്റുകളിലൊക്കെ വെറുതെ കുത്തിയിരുന്ന് വാച്ച് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പഴയ ശീലം അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവണം. കാരണം ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നമ്മൾ യഥാർത്ഥ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്സ് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റും. അതിനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് സഹോദരങ്ങളെ. തീർച്ചയായിട്ടും പിന്തിരിയുന്നില്ല. 83 എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുകയാണ്. ഏപ്രിൽ 8 എൻ്റെ ജന്മദിനമാണ്. ഏപ്രിൽ 8. ആ ഏപ്രിൽ 8 ആകുമ്പോഴേക്കും സ്പെസിഫിക്കായിട്ട് ഒരു 75 83 into 75 നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കാൻ നമ്മൾ സ്പെസിഫിക്കായിട്ട് തന്നെ നിശ്ചയിക്കണം. ഏപ്രിൽ 8 10 മണിയാകുമ്പോഴേക്കും എൻ്റെ വെയിറ്റ് 75 കിലോ. നോക്കാം നമുക്ക് ഈ ചലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതൊന്നും എൻ്റെ അടിസ്ഥാന കാര്യങ്ങളല്ല. എൻ്റെ ഫിറ്റ്നസ് തന്നെയാണ് അടിസ്ഥാന കാര്യം എന്ന് കൂടി വയ്ക്കുകയാണ്. ഓക്കെ, ബൈ.